വ്യവസായിയെ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്നു. അമ്മയും 2 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിൽ. ഡെറാഡൂണിലെ ടിബറ്റൻ മാർക്കറ്റിൽ ഏതാണ്ട് രാവിലെ 10:30 ഈ സംഭവം. വസന്ത് വിഹാർ പ്രദേശത്തെ ഇന്ദിരാനഗറിൽ താമസിക്കുന്ന 42 വയസ്സുള്ള അർജുൻ ശർമ്മ എന്ന വ്യവസായി, അദ്ദേഹമാണ് കൊല്ലപ്പെടുന്നത്. സ്കൂട്ടറിലെത്തിയ 2 അക്രമികൾ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഒരു ഗ്യാസ് ഏജൻസി ഉടമയാണ് അമർദീപ് എന്നാണ് ആ ഗ്യാസ് ഏജൻസിയുടെ പേര്. ഈ അർജുൻ ശർമ്മ എന്താണെങ്കിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഈ അർജുൻ ശർമ്മയുടെ അമ്മയിലേക്കും സഹോദരങ്ങളിലേക്കുമാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നതാണ്. തന്റെ അമ്മായിയമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ഈ അർജുൻ ശർമ്മയുടെ ഭാര്യ അഭിലാഷ ശർമ്മ ആരോപിച്ചതുകൂടിയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ തിരിയുന്നത്. കുടുംബ തർക്കമുണ്ടായിരുന്നു ഇവർക്കിടയിൽ. ഈ കൊല്ലപ്പെട്ട അർജുൻ ശർമ്മയിൽ, അതായത് സ്വന്തം മകനിൽ നിന്ന് ഭീഷണി ഉണ്ടെന്നൊക്കെ കാട്ടി അമ്മ ബിന ശർമ്മ നേരത്തെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്ന് സംരക്ഷണം തേടിയിരുന്നു എന്നൊക്കെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. പതിവ് പോലെ രാവിലെ ടെന്നീസ് കളിക്കാൻ പോയിരുന്നു അർജുൻ ശർമ്മ. എന്നിട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോഴായിരുന്നു ആ വെടിവയ്പ്. തൊട്ടടുത്തുള്ള ഡൂൺ ആശുപത്രിയിലേക്ക് ഈ അർജുൻ ശർമ്മയെ കൊണ്ടുപോയി, പക്ഷേ മരണം സംഭവിച്ചു. അർജുൻ ശർമ്മയുടെ ഭാര്യ അഭിലാഷ നൽകിയ ഒരു പരാതി, അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു. ബിന ശർമ്മയ്ക്ക്, അതായത് അർജുന്റെ അമ്മയ്ക്ക് വിനോദ് ഉനിയാൽ, ഭാര്യ സംഗീത ഉനിയാൽ, SK മെമ്മോറിയൽ ആശുപത്രി ഉടമ ഡോക്ടർ അജയ് ഖന്ന എന്നിവരൊക്കെയായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ മരിച്ചയാളുടെ ഭർത്താവ് പറയുന്നത്. തന്റെ ഭർത്താവ് ഇതിനെ എതിർത്തിരുന്നുവെന്നും ആ അഭിലാഷ പറയുന്നു. ഈ വിഷയത്തിൽ സ്വന്തം അമ്മയുമായി തർക്കം നിലനിന്നിരുന്നുവെന്നാണ് അഭിലാഷ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ തർക്കത്തിന്റെ പേരിൽ ഇവർ തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ മകനെ കൊലപ്പെടുത്തി എന്നാണ് അഭിലാഷ സംശയിച്ചത്. ഈ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതാണ്ട് 40 കോടിയോളം രൂപ ഈ അർജുൻ ശർമ്മയ്ക്ക് ആദ്യത്തെ ഈ പണമിടപാട് കേസിൽ അമ്മയും സഹോദരനും നൽകാനുണ്ട് എന്നാണ് മറ്റു ബന്ധുക്കൾ പറയുന്നത്. पैसे लेने थे इनको विनोद उनियाल से। अच्छा, तो जो पैसे देने के बाद ये आती है तो वो कुछ ना कुछ तो करेगा। कितना पैसा था? लगभग 40 से 42 करोड़ के बीच। अच्छा, वो पैसा किस चीज का लेना था इनको, मतलब क्या? इन्होंने वो इनकी मम्मी ने, इन्होंने शुरू में इनका दोस्त था वो, और फैमिली फ्रेंड था। उन्होंने कहा मैं किसी कंपनी में वो इन्वेस्ट करूँगा, आपको बहुत बड़ा प्रॉफिट होगा, 20 से 25% का आपको मार्जिन मिल जाएगा पर मंथ। तो इन्होंने लगा दिया, वो वापस मांग रहे थे, उसके चक्कर में ये हुआ है. അങ്ങനെ അർജുൻ ശർമ്മയുടെ അമ്മയിലേക്കും സഹോദരങ്ങളിലേക്കും പോലീസിന്റെ അന്വേഷണം എത്തി. ഇതിനിടെ സഹോദരങ്ങളെ തേടി പോലീസ് പോയി, പക്ഷേ പോലീസിനുമായി ഏറ്റുമുട്ടുകയാണ് അവർ ചെയ്തത്. ഒടുവിൽ സാഹസികമായിട്ടാണ് പിടികൂടിയത്. ഈ ഏറ്റുമുട്ടലിൽ 2 സഹോദരങ്ങൾക്കും കാലിന് താഴെ വെടിയേറ്റു. രാജു റാണ, പങ്കജ് റാണ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായ സഹോദരങ്ങൾ. ഈ റിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുന്ന രാജു റാണ ഒരു കൊലപാതക കേസിൽ പ്രതി കൂടിയാണ്. 1997 തന്റെ 2-ാനച്ഛനെ വധിച്ചതിനാണ് ഇയാൾ പിടിയിലാവുന്നത്. പോലീസ് പറയുന്നു ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. प्रातः से ही 11 बजे के बाद से सभी टीमें लगी हुई थी. कुछ CCTV फुटेज के आधार पर हमें कुछ संदिग्ध हुलिये मिले थे, और उस हुलिये के आधार पर हमारी टीमें लगातार चेकिंग में थी. और अभी जिस तरह से अभी एक एनकाउंटर हुआ वहां पर लाडपुर क्षेत्र में, और इसमें गोली लगी जो अभियुक्त है, इसके बाद अभी पूछताछ हुई, इससे पता चला इसका नाम राजू राणा था. और इसके अलावा इसके द्वारा अभी जो पूछताछ में बताया गया कि ये इसका दूसरा मर्डर है, और पहला मर्डर इसने जो है 1997 में भी किया था. और ये मूल रूप से यमकेश्वर ब्लॉक का रहने वाला है, पौड़ी का, और इनकी माताजी वहीं की निवासी हैं. और इनके पिताजी का जब पहला मर्डर हुआ था कि चाचा जेल गए थे. इसमें कुछ लोग जो अभी तक पूछताछ जो पता चला उसके रिकॉर्ड्स को चेक किया जाएगा. 15 ലക്ഷം രൂപ ലഭിക്കും അല്ലെങ്കിൽ നൽകാം എന്ന് പറഞ്ഞതോടുകൂടിയാണ് സ്വന്തം സഹോദരനെ വധിക്കാൻ ഇറങ്ങിത്തിരിച്ചതെന്നാണ് രാജു റാണ കുറ്റസമ്മതം നടത്തിയത്. കുടുംബ തർക്കത്തിന്റെ പേരിൽ ഇങ്ങനൊരു കൊട്ടേഷൻ കൊലപാതകം പക്ഷെ നടക്കുമോ എന്ന അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ്. അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാകുമോ? ഡെറാഡൂൺ നഗരത്തിൽ 10 ദിവസങ്ങൾക്കിടെ നടക്കുന്ന 2ാമത്തെ കൊലപാതകമാണിത്.
അതാണ് ആ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. എന്താണെങ്കിലും സ്വന്തം അമ്മ, സഹോദരങ്ങൾ അവരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.